ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ് ആൻഡ് എൻ്റെ ഈ ചാനൽ ടാരോ വാരിയർ മലയാളത്തിൽ എല്ലാവർക്കും വെൽക്കം. ഇന്ന് ഞാൻ ലിയോയ്ക്ക് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. അപ്പോൾ ലിയോ, നിങ്ങളുടെ ഫീലിങ്സ് ആണ് നമ്മൾ നോക്കാൻ പോണേ നിങ്ങളുടെ പേഴ്സണിന് വേണ്ടിയിട്ട്. ആൻഡ് ഈ പേഴ്സണിൻ്റെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എൻഡിലാണ് ഈ പേഴ്സൻ്റെ ഫ്യൂച്ചർ ആക്ഷൻ ആൻഡ് ഈ റിലേഷൻഷിപ്പിൻ്റെ ഔട്ട്കം നമ്മൾ എൻഡിലാണ് നോക്കാൻ പോണേ. അപ്പോൾ ഈ വീഡിയോനെ എൻഡ് വരെ നോക്കുക ആൻഡ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ലിയോ, നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് എന്താണെന്ന് നമ്മൾക്ക് നോക്കാം. കിങ് ഓഫ് വാൻഡ്സ് ആണ് നിങ്ങളുടെ സൈഡിൽ, 8 of cups, page of wands and knight of wands. ഈ പേഴ്സന്റെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ്? Knight of pentacles, sun, chariot and പേജ് ഓഫ് കപ്സ്. നിങ്ങൾ രണ്ടാളുടെയും മ്യൂച്വൽ എനർജി ഈ സമയത്ത് എന്താണ്? മ്യൂച്വൽ എനർജി നിങ്ങൾ രണ്ടാളുടെയും 8 of wands ആണ്. അപ്പോൾ ഇവിടെ ഞാൻ കാണുന്നത് ലിയോ കുറേ ഫോർവേഡ് മൂവ്മെൻറ്റ്, കുറേ ഫ്ലേർട്ടിങ്, കമ്മ്യൂണിക്കേഷൻ ആൻഡ് ട്രാവൽ, ഇതാണ് ഞാൻ കാണുന്നത്. മേ ബി നിങ്ങൾ രണ്ടാളും ഒരു ഡിസ്റ്റൻസിലായിരിക്കും താമസിക്കുന്നുണ്ടാവുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് വരാൻ ട്രാവൽ ചെയ്യേണ്ടി വരും. അതല്ല വെച്ചാൽ വൈസ് വേഴ്സ എന്ന് വെച്ചാൽ നിങ്ങൾ ഈ പേഴ്സണെ കാണാൻ ഇടയ്ക്കിടയ്ക്ക് ട്രാവൽ ചെയ്യുന്നുണ്ടാവും. അതല്ലാണ്ട് ഇത് കുറേ കമ്മ്യൂണിക്കേഷൻ ഉണ്ട് നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഈ സമയത്ത്. ആൻഡ് ലോട്ട് ഓഫ് പിന്നെ ഒരു നല്ല കുറേ പാഷനറ്റ് എനർജി, മുമ്പോട്ട് പോകണം എന്ന് ഇൻറ്റൻഷൻ ഉണ്ട് രണ്ടും സൈഡിൽ നിന്നും. കിങ് ഓഫ് വാൻഡ്സ് ആണ് നിങ്ങളുടെ എനർജി. അപ്പോൾ കിങ് ഓഫ് വാൻഡ്സ് ആദ്യം ഒരു കുറേ പാഷനറ്റ് എനർജിയാണ്, കുറേ ഒരു ഗോ ഗെറ്റർ ടൈപ്പ് ഓഫ് എനർജിയാണ്. നിങ്ങൾ കുറേ എൻതൂസിയാസ്റ്റിക് ആണ് നിങ്ങളുടെ ലൈഫിനെ കുറിച്ച്. ഈ എസ്പെഷ്യലി ഈ സിറ്റുവേഷനിൽ നിങ്ങൾ കുറേ പോസിറ്റീവായിട്ടാണ് ഇതിനെ കാണുന്നത്. ആൻഡ് നിങ്ങൾക്ക് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുണ്ട്. നിങ്ങൾ കുറേ പ്രോ ആക്റ്റീവ് ആണ് ഈ റിലേഷൻഷിപ്പിൽ. ഈ പേഴ്സൻ്റെ എനർജി നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്, വെർഗോ എനർജി. അപ്പോൾ ഈ പേഴ്സൺ കുറച്ചുകൂടിയും ഒരു സ്ലോ ടൈപ്പ് ഓഫ് പേഴ്സൺ ആണ്, സ്ലോ മൂവിങ് ടൈപ്പ് ഓഫ് പേഴ്സൺ ആണ്. അവർക്ക് ഒരു റഷ് ഇല്ല, അവർക്ക് മെല്ലെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയാൽ മതി. അവർക്ക് ഈ റിലേഷൻഷിപ്പിൽ എഫേർട്ട് ഇടണം എന്നുണ്ട്, അങ്ങനെ ധൃതിയൊന്നുമില്ല. അപ്പോൾ അവർ കുറച്ചൊരു ലേഡ് ബാക്ക് പറയാൻ പറ്റില്ല, എന്ന് വെച്ചാൽ അവർ എനർജി എഫേർട്ടൊക്കെ ഇടുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിൽ. പക്ഷെ അവർക്ക് അങ്ങനെ ഒരു ധൃതി ഇല്ല, അത് വേഗം കമ്മിറ്റ് ചെയ്യണം, ഇങ്ങനെ കല്യാണം കഴിക്കണം, അങ്ങനത്തെ ഒരു പ്രഷർ ഇല്ല. അവർ എങ്ങനെയാ പറയണ വെച്ചാൽ അങ്ങനെ കൊണ്ടുപോകാൻ മുമ്പോട്ട്, അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റിയിലാണ്. അപ്പോൾ ഇവരെ കുറച്ചുകൂടിയും ആൻഡ് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് കുറേ ഒരു സീരിയസ് കൈൻഡ് ഓഫ് പേഴ്സൺ ആണ്, കുറേ കൂടിയും ഒരു സീരിയസ് അപ്രോച്ചാണ് ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച്. ഇപ്പോൾ 8 of cups ആണ് നിങ്ങളുടെ എനർജി. അപ്പോൾ ഇതൊരു ഇമോഷണൽ ഡിസ്റ്റൻസിൻ്റെ എനർജിയാണ്, വാക്കിംഗ് അവയുടെ എനർജിയാണ്. മേ ബി നിങ്ങൾക്കൊരു പേടിയുണ്ട്, ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ട്. അത് ഈ പേഴ്സൺ ഇത്രയും സ്ലോ മൂവിങ് ആവുമ്പോൾ മേ ബി അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ല, മേ ബി അവർ നിങ്ങളെ വിട്ടുപോകും, അങ്ങനത്തെ ഒരു ഇൻസെക്യൂരിറ്റി നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവും. പക്ഷേ ഈ പേഴ്സൻ്റെ സൈഡിന് ഞാൻ കുറേ ഹാപ്പിനെസ് ആണ് കാണുന്നത്. ആക്ച്വലി ഓപ്പോസിറ്റ് റിയാക്ഷൻ ആണ് ഇവരുടെ. അവർ കുറേ ഹാപ്പിയാണ്, അബണ്ടൻറ്റ് ഫീലാണ് ചെയ്യണത്. നിങ്ങളുടെ കൂടെ അവർക്കൊരു സോൾമേറ്റ് കണക്ഷനാണ് ഫീൽ ചെയ്യണത്. അതുമാത്രമല്ല ഇത് ലിയോയുടെ എനർജിയാണ്, നിങ്ങളുടെ എനർജിയാണ്. അപ്പോൾ അവരുടെ മനസ്സിലെപ്പോഴും നിങ്ങളുണ്ട്, അവരുടെ തോട്ട്സിലെപ്പോഴും നിങ്ങളുണ്ട്. അപ്പോൾ ഇവരുടെ എനർജി കുറേ ഡിഫറെൻ്റ് ആണ്, നിങ്ങൾ ആലോചിക്കണ മാതിരി അല്ല. അതുമാത്രമല്ല അവർക്ക് കുറേ ക്ലാരിറ്റി ഉണ്ട്, അവർക്കൊരു ഫോക്കസ് ഉണ്ട്, അവർക്ക് അറിയാം നിങ്ങളുടെ കൂടെയാണ് അവർക്കൊരു ലോങ് ടേം ഫ്യൂച്ചർ വേണ്ടതെന്ന്. അപ്പോൾ പേജ് ഓഫ് വാൻഡ്സ് നിങ്ങളുടെ എനർജിയാണ്. ഇതൊരു മെസ്സേജിൻ്റെ എനർജിയാണ്. മേ ബി നിങ്ങൾ ഈ പേഴ്സണോട് മെസ്സേജ് അയച്ചിട്ട് എങ്ങനെയാണ് ഇത് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത്, അങ്ങനെ എന്തെങ്കിലും ഒരു ഓഫർ കൊടുത്തിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ചെയ്തിട്ടുണ്ടാവും ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച്, എങ്ങനെയാ മുമ്പോട്ട് പോകേണ്ടതെന്ന് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടാവും. ഈ പേഴ്സൺ കുറേ പോസിറ്റീവായിട്ടാണ് അവിടെ റിപ്ലൈ ചെയ്യാൻ പോണേ. അവർക്ക് മുമ്പോട്ട് പോകണം എന്നുണ്ട് നിങ്ങളുടെ കൂടെ. ആൻഡ് ഇവിടെ ആവുമ്പോഴേക്കും അവർ കുറച്ചുകൂടിയും ഒരു റഷിലാണ്, അവർക്ക് കാര്യങ്ങൾ വേഗം മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുണ്ട്. ചാരിയറ്റ് ക്യാൻസർ എനർജിയാണ്, ഇത് സ്പീഡിൻ്റെയും എനർജിയാണ്. അപ്പോൾ അവരൊരു ഡിസിഷൻ എടുത്തിട്ടുണ്ട് ആൻഡ് അവർക്ക് മുമ്പോട്ട് പോകണം എന്ന് അവർ ഷുവറാണ്. ഇപ്പോൾ നൈറ്റ് ഓഫ് വാൻഡ്സ് ആണ് നിങ്ങളുടെ എനർജി. അവർ ഷുവർ ആവുമ്പോഴേക്കും നിങ്ങളുടെ എനർജി കുറച്ചുകൂടി അൺഷുവർ ആയിപ്പോയി. നിങ്ങൾ കുറച്ചുകൂടിയും ഒരു യെസ് നോ മാതിരി ഒരു എനർജി
എനർജിയിലായിപ്പോയി. ഇത് കുറച്ചുകൂടി ഒരു ഇൻസ്റ്റേബിൾ എനർജിയാണ്. ഇത് ട്രാവൽഡിയും എനർജിയാണ്. അപ്പം ഞാൻ പറഞ്ഞ മാതിരി മേ ബി നിങ്ങൾ ഒരു ഡിസ്റ്റൻസിലാണ് താമസിക്കണമെന്ന് വെച്ചാൽ അതുകൊണ്ട് കുറേ ഒരു ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാവും ഈ റിലേഷൻഷിപ്പിൽ. ഈ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ഥലത്ത് നിങ്ങൾ സ്റ്റേബിളായിട്ടല്ല ഉള്ളത്. നിങ്ങളെപ്പോഴും ഇന്ന് ഇവിടെ നാളെ അങ്ങനത്തെ മേ ബി നിങ്ങളുടെ ജോലി അങ്ങനെ ആയിരിക്കാം, ഓരൽസ് നിങ്ങളുടെ നിങ്ങൾ താമസിക്കണേ കുറച്ച് ദൂരെ ആയതുകൊണ്ട് കുറേ ഒരു ഇൻസ്റ്റേബിലിറ്റിയാണ് ഇവിടെ ക്രിയേറ്റ് ആവണേ. പക്ഷേ ഈ പേഴ്സൺ ഡെഫിനറ്റ്ലി അതൊന്നും മൈൻഡ് ചെയ്യാണ്ട് അവർക്ക് ഈ റിലേഷൻഷിപ്പിന് ഡെഫിനറ്റ്ലി മുമ്പോട്ട് കാര്യങ്ങൾ കൊണ്ടുപോകണം എന്നുണ്ട്. അപ്പോൾ കുറേ ഒരു അപ്പ് ആൻഡ് ഡൗൺ എനർജിയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ക്ലാരിഫൈ ചെയ്ത് നോക്കാം. ഈ 8 ഓഫ് വാൻഡ്സ് ഇവിടെ എന്താണ്? 10 ഓഫ് വാൻഡ്സ്. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾ രണ്ടാളുടെയും ഈ റിലേഷൻഷിപ്പ് ചില സമയത്ത് കുറേ പോസിറ്റീവായി മുമ്പോട്ട് പോകുന്നുണ്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് ഒരു ഹേർഡിൽസ് കാണാനുണ്ട്. അപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ ജാനുവരിയിൽ ഫോക്കസ് ഈ പാസ്റ്റിൻ്റെ ബാഗേജിനെയൊക്കെ വിട്ടിട്ട് മുമ്പോട്ട് പോകാനാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യണത്. ആൻഡ് ഇതൊരു മ്യൂച്വൽ എനർജി അപ്പോൾ രണ്ടാളുടെയും സൈഡിൽ നിന്ന് അങ്ങനെയാണ് ഒരു ഫോക്കസ് ഞാൻ കാണുന്നത്. കിങ് ഓഫ് വാൻഡ്സ് നിങ്ങളുടെ സൈഡിൽ എന്താണ്? ഏസ് ഓഫ് കപ്സ്. അപ്പോൾ ഇതൊരു പുതിയ ബിഗിനിങ് ഇൻ ലവ്ഡ് എനർജിയാണ്. ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾക്ക് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് കുറേ ഫീലിങ്സ് ഉണ്ട്. നിങ്ങൾ അങ്ങനെ ഓഫർ ചെയ്തിട്ടുണ്ടാവും, പ്രപ്പോസ് ചെയ്തിട്ടുണ്ടാവും, അവരോട് നിങ്ങളുടെ ഫീലിങ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവും. ഈ പേഴ്സൺ കുറച്ചുകൂടി ഒരു സ്ലോ മൂവിങ് എനർജിയിലാണ്. ഡെവിൽ ഒരു കാപ്രിക്കോൺ എനർജിയാണ്. മേ ബി നിങ്ങളൊരു കാപ്രിക്കോണിൻ്റെ കൂടെ ആയിരിക്കും ഡീൽ ഉണ്ടാവുക. അതല്ല ഈ പേഴ്സൺ ഞാൻ പറഞ്ഞ മാതിരി കുറേ സ്ലോ ആണ്, ഡിസിഷൻ മേക്കിങ്ങിലും സ്ലോ ആണ്, കുറേ സമയം എടുക്കും, കുറച്ചൊരു സ്റ്റാഗ്നൻറ്റ് എനർജിയുമാണ്. എന്നുവെച്ചാൽ അവരുടെ പാസ്റ്റിൽ എന്തോ അവർക്ക് റിലീസ് ചെയ്യാനുണ്ട്, അത് കഴിഞ്ഞിട്ടേ അവർക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അവർ കുറേ ഈ സ്ലോ മൂവിങ് എനർജിയിൽ. എന്നുവെച്ചാൽ അവർ ഇതുവരെ അവരുടെ പാസ്റ്റിനെ വിട്ട് അതിനെ റിലീസ് ചെയ്തിട്ടില്ല എനർജി വൈസ്. അപ്പോൾ അത് കാരണമാണ് ഈ റിലേഷൻഷിപ്പ് ഒരു സ്റ്റാഗ്നൻറ്റ് ആയിപ്പോയി അവരുടെ സൈഡിൽ നിന്ന്. അവരൊരു ഡിസിഷൻ എടുക്കുന്നില്ല. ആൻഡ് അതുകൊണ്ടാണ് നിങ്ങളും പേടിച്ചിരിക്കണത്. എന്നുവെച്ചാൽ അവരുടെ എന്താണ് ഫൈനൽ ഡിസിഷൻ ഉണ്ടാവുകയെന്ന് നിങ്ങൾക്ക് അറിയില്ല. ചില സമയത്ത് അവർ കുറേ പോസിറ്റീവായിട്ടാണ് റിപ്ലൈ ചെയ്യുക, അത് കഴിഞ്ഞിട്ട് കുറേ ഒരു നോ മൂവ്മെൻ്റ് ഇല്ല, നോ കോണ്ടാക്റ്റ് ഇല്ല സിറ്റുവേഷൻ ആവും. അപ്പോൾ നിങ്ങൾ ഒരു കൺഫ്യൂസ്ഡ് എനർജിയിലാണ്. നിങ്ങൾക്ക് പേടി എന്താ വെച്ചാൽ ഈ പേഴ്സൺ ചിലപ്പോൾ നിങ്ങളെ റിജക്റ്റ് ചെയ്യും. പക്ഷേ നിങ്ങൾ പേഷ്യൻ്റ്ലി വെയിറ്റ് ആണ് ചെയ്യണത് ഈ പേഴ്സൻ്റെ ഡിസിഷന് വേണ്ടിയിട്ട്. ഞാൻ ആദ്യം ട്രാവൽ കാണുന്നുണ്ട് ഇവിടെ കുറേ മെയിൻ ഫോക്കസ് ആയിട്ട്. അപ്പോൾ മേ ബി നിങ്ങൾ കുറേ ബാക്ക് ആൻഡ് ഫോർത്ത് ട്രാവൽ ചെയ്യുന്നുണ്ടാവും. ഈ പേഴ്സൻ്റെ ഡിസിഷന് വേണ്ടിയിട്ടാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യണത്. അതുവരെ നിങ്ങളും കുറച്ചൊരു ഇൻസ്റ്റേബിളാണ് ഫീൽ ചെയ്യണത്. സൺ ഇവരുടെ എനർജിയിൽ എന്താണ്? ഇവർക്ക് ക്ലാരിറ്റി കിട്ടും. അത് ഇതുവരെ അവർക്ക് ക്ലിയർ അല്ല, ആ ക്ലാരിറ്റി വേഗം അവർക്ക് വരും. ആൻഡ് അവർ നിങ്ങളുടെ കൂടെ ഈ ഫ്ലോയിൽ പോകാൻ ഡിസൈഡ് ചെയ്യാണ്. ടെമ്പറൻസ് സാജിറ്റേറിയസ് എനർജിയാണ്. അവരുടെ പാസ്റ്റിനെ ഹീൽ ചെയ്തിട്ട് നിങ്ങളുടെ കൂടെയാണ് അവർക്കൊരു ഫ്യൂച്ചർ വേണ്ടതെന്ന് അവർ അത് ഡിസൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ പേജ് ഓഫ് വാൻഡ്സ് നിങ്ങളുടെ എനർജി. അപ്പോൾ നിങ്ങൾ കുറേ റൊമാൻറ്റിക് മെസ്സേജസ് ആദ്യം ഞാൻ കാണുന്നുണ്ട്. നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ബ്യൂട്ടിഫുൾ റൊമാൻറ്റിക് മെസ്സേജസ്, ഒരു റൊമാൻസ് ഉണ്ട് എയറിൽ. ചാരിയറ്റ് ഇവരുടെ എനർജി, 5 ഓഫ് പെൻറ്റിക്കിൾസ്. അപ്പോൾ ഇവരുടെ ഉള്ളിൽ എപ്പോഴും ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ട്. അവരുടെ മുമ്പത്തെ റിലേഷൻഷിപ്പിൽ അവർ കുറേ റിജക്റ്റഡ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. അപ്പോൾ ആ റിജക്ഷൻ അവർ പുറത്ത് വരുന്നുണ്ട്. ഈ റിലേഷൻഷിപ്പിൽ അവർ കുറേ ഹാപ്പിയാണ്. നിങ്ങളുടെ മെസ്സേജസ് കിട്ടിയിട്ടും അവർ ഹാപ്പിയാണ്. പക്ഷെ അവരുടെ സൈഡിൽ നിന്ന് അത്ര പ്രോ ആക്റ്റീവായിട്ട് ഒരു ആക്ഷൻ ഞാൻ കാണില്ല. കിങ് ഓഫ് വാൻഡ്സ് നിങ്ങളുടെ സൈഡിൽ, കിങ് ഓഫ് പെൻറ്റിക്കിൾസ്, ടോറസ് എനർജി. ഞാൻ പറഞ്ഞ മാതിരി നിങ്ങളൊരു ടോറസ് വർക്കോ കാപ്രിക്കോണിൻ്റെ കൂടെ ആയിരിക്കും ഡീൽ ഉണ്ടാവുക. പക്ഷെ നിങ്ങൾ ഈ പേഴ്സൻ്റെ ഇൻസ്റ്റെബിലിറ്റി ഉണ്ടായാലും നിങ്ങൾ കുറേ പേഷ്യൻ്റ്ലി ഈ റിലേഷൻഷിപ്പിനെ ഹീൽ ചെയ്യാൻ റെഡിയാണ്. എന്നുവെച്ചാൽ ഈ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ്. നിങ്ങൾ ഈ പേഴ്സണിന് വേണ്ടിയിട്ട് പ്രേ ആണ് ചെയ്യണത്. ഈ പേഴ്സൻ്റെ കൂടെ ആണ് നിങ്ങൾക്കൊരു ഫ്യൂച്ചർ വേണ്ടതെന്ന്. ഈ പേഴ്സണും നിങ്ങളെയാണ് മാനിഫെസ്റ്റ് ചെയ്യണത്. ആൻഡ് ഞാൻ കാണുന്നത് ഈ പേഴ്സൺ കുറേ അവരുടെ ഫീലിങ്സ് ഷെയർ ചെയ്യാറില്ല. കുറേ ഒരു കോൾഡ് ഡിറ്റാച്ച്ഡ് മാതിരിയാണ് അവരുടെ അപ്രോച്ച്.
ലവ് മാറ്റേഴ്സിലും അവരുടെ ഫീലിങ്സ് അങ്ങനെ ഓപ്പൺ ആയിട്ട് ചിലപ്പോൾ ഡിസ്കസ് ചെയ്യില്ല, കുറേ ഒരു ഡിറ്റാച്ച്ഡായി കാണിക്കും, പക്ഷെ ഉള്ളിൽ അവർക്ക് കുറേ ഫീലിങ്സ് ഉണ്ട്. അപ്പോൾ സ്ലോലി അവരും ഓപ്പൺ അപ്പ് ചെയ്യേണ്ട ഈ റിലേഷൻഷിപ്പിൽ അണ്ടർ ദ ഡെക്ക് 2 ഓഫ് കപ്സ് ആണ്. അപ്പോൾ ഇവിടെ ഒരു ലവിങ് റിലേഷൻഷിപ്പ് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഈ പേഴ്സൻ്റെ ഫ്യൂച്ചർ ആക്ഷൻസ് എന്തായിരിക്കും? ഫ്യൂച്ചർ ആക്ഷനാണ് ഫൂൾ. അപ്പോൾ ഫ്യൂച്ചറിൽ അവർ കുറച്ചുകൂടിയും ലെറ്റ് ഗോ ചെയ്യും അവരുടെ പാസ്റ്റിനൊക്കെ ആൻഡ് മുമ്പോട്ട് പോവും. കുറേ ഒരു ഫ്രീ ഫ്ലോയിങ് ആയിട്ടാണ് എനർജി ഇവിടെ. നിങ്ങൾ രണ്ടാളും കുറച്ചുകൂടിയും സമയം സ്പെൻഡ് ചെയ്താൽ ഇത് ഒരു അവർ കുറച്ചുകൂടി ഓപ്പൺ അപ്പ് ആവും. ഫുൾ ഏരീസ് എനർജിയാണ്. ആൻഡ് ഈ റിലേഷൻഷിപ്പിൻ്റെ ഔട്ട്കം 10 ഓഫ് കപ്സ് ആണ്. അപ്പോൾ ബ്യൂട്ടിഫുൾ ഔട്ട്കം ആണ് ഇവിടെ ഞാൻ കാണുന്നത്, ഒരു ഹാപ്പി റിലേഷൻഷിപ്പ്. ഇതിൽ കുറച്ചൊരു പേഷ്യൻസിൻ്റെ ആവശ്യമുള്ളൂ. എന്നുവെച്ചാൽ പേഷ്യൻ്റ്ലി നിങ്ങൾ രണ്ടാളും നിങ്ങളുടെ രണ്ടാളുടെയും ഇടയ്ക്ക് അണ്ടർസ്റ്റാൻഡിങ്, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെച്ചാൽ ഈ റിലേഷൻഷിപ്പ് ഒരു ബ്യൂട്ടിഫുൾ ഔട്ട്കമ്മിലാണ് പോണത്. 10 ഓഫ് കപ്സ് ഒരു ബെസ്റ്റ് കാർഡാണ് ഒരു റിലേഷൻഷിപ്പ് റീഡിങ്ങിൽ കിട്ടാൻ വേണ്ടിയിട്ട്. ആൻഡ് അതാണ് ഞാനിവിടെ കാണുന്നത്. ജസ്റ്റ് ആ കുറച്ചൊരു ഹെസിറ്റൻസി ഉണ്ട് ഈ പേഴ്സൻ്റെ സൈഡിന്, പക്ഷെ അതിൽ അവരുടെ ഫോൾട്ട് അല്ല, അത് കുറച്ചൊരു സമയം കൊടുത്താൽ അവർ ഓപ്പൺ അപ്പ് ആവും. പക്ഷേ ഡെഫിനറ്റ്ലി ഇതൊരു നല്ല പോസിറ്റീവ് റീഡിംഗ് ആയിട്ടാണ് കൺക്ലൂഡ് ആവുന്നത്. അപ്പോൾ ലിയോ, ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിംഗ്. ഐ ഹോപ്പ് ഇത് നിങ്ങൾക്ക് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഒരു പ്രൈവറ്റ് റീഡിംഗ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യണം വെച്ചാൽ ചെയ്യാം. പ്രൈവറ്റ് റീഡിംഗ് ബുക്ക് ചെയ്യാൻ എന്നെ ഇമെയിൽ ചെയ്യുക, ഇല്ല വെച്ചാൽ വെബ്സൈറ്റ് ത്രൂ വാട്സാപ്പ് മെസ്സേജ് ചെയ്യുക. എല്ലാം ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, ചെക്ക് ഔട്ട് ചെയ്യുക. ആൻഡ് ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ.